നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 16/8/2026 റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ 9 മണിക്ക് ഈ ചാനലിലൂടെ കൃത്യമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരാൾ നമ്മളോട് കമന്റിലൂടെ ചോദിച്ച് റബ്ബറിന് ഹോമിയോ വളം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബറിന് ഹോമിയോ വളം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. അപ്പോൾ ഈ ഹോമിയോ വളം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. വേറെ ആൾ ചോദിച്ചു 279 രൂപ വില ഇവിടെ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വില പ്രത്യേകം പറയുന്നുണ്ട്. റബ്ബർ ബോർഡ് പറയുന്ന വില വ്യാപാരികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് കിട്ടുന്ന കർഷകർക്ക് കിട്ടുന്ന വില വ്യാപാരി വില, അതാണ് നമുക്ക് കിട്ടുന്ന വിലയെന്ന് പറയുന്നത്. വേറെ ആൾ ചോദിക്കുന്നു സ്ലോട്ടർ മരത്തിന് ഏത് വളമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് ഫാക്ടം ഫോസും പൊട്ടാഷ്യം യൂറിയയും കൂടെ കൂട്ടിക്കലർത്തി ഒരു മരത്തിന് ഒരു 750 ഗ്രാം വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പാല്, ആ ഉദ്ദേശിക്കുന്ന പാല് നിങ്ങൾക്ക് കിട്ടും. ഫാക്ടം ഫോസിൻ്റെ അകത്ത് പൊട്ടാഷ്യം മാത്രമേ അടങ്ങിയിട്ടില്ലാതുള്ളൂ, ബാക്കിയെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ആ യൂറിയം കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് മുന്നോട്ട് നിൽക്കും. വേറെ ആൾ പറയുന്നത് ഓണം വരുമ്പോൾ ചരക്ക് കൂടുതലായിട്ട് കർഷകർ വിപണിയിലോട്ട് ഇറക്കും. സോമൻ കാരാടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ കർഷകർക്ക് എന്ന് പറയുമ്പം നമുക്ക് ഈ റബ്ബർ ഷീറ്റ് എത്ര നാൾ പിടിച്ചു വെക്കാൻ പറ്റും? ഈ ഓണം, ഈ സ്കൂൾ തുറക്കുന്ന സമയം, ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അധിക സമയമൊന്നും ഈ കർഷകർക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്കത് വിറ്റഴിക്കേണ്ടതായിട്ട് വരും. ഓണത്തിന് തീർച്ചയായിട്ടും ആൾക്കാർക്ക് റബ്ബർ വിപണിയിലോട്ട് വിറ്റഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഈ ഓണം ആയതുകൊണ്ട് തന്നെയാണ് ഈ വില കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുന്നിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ പോകാതെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതൊന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊന്ന് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തികച്ച് ഫ്രീ ആണ്. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പലരും നമ്മൾ ചോദിക്കും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടുന്നു. ലൈക്ക് ചെയ്ത് ഇതുവരെ ആർക്ക് ക്യാഷ് കിട്ടിയ ചരിത്രമില്ല. അപ്പോൾ ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ പോകും. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 279 രൂപ, RSS-5ന് 276 രൂപ, ISNR 20ക്ക് 256 രൂപ, ലാറ്റക്സ് 60%ന് 199 രൂപ 70 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 279 രൂപ, RSS-5ന് 276 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 191 രൂപ, 60% DRC ഒട്ടുപാലിന് 143 രൂപ 25 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 265 രൂപ, ലോട്ടിന് 253 രൂപ മുതൽ 258 രൂപ വരെയും. ഇനി നമുക്ക് റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 271 രൂപ, RSS-5ന് 268 രൂപ, ISS 242 രൂപ 50 പൈസ മുതൽ 243 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 157 രൂപ മുതൽ 173 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 277 രൂപ, ഫാക്ടറി വില 287 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 13,850 രൂപ, 30% DRC ഉള്ളതിന് 16,620 രൂപ, 35% DRC ഉള്ളതിന് 19,390 രൂപ. ഇത്രയും വില പറഞ്ഞത് പലർക്കും പല സംശയങ്ങൾ കാണും അപ്പോൾ എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ റബ്ബർ ബോർഡ് വില കോട്ടയം കൊച്ചിയും പറഞ്ഞിരിക്കുന്ന വിലയാണ് വ്യാപാരികൾക്ക് കിട്ടുന്നത്. നമ്മൾക്ക് കിട്ടുന്നത്, കർഷകർക്ക് കിട്ടുന്ന ഈ വ്യാപാരി വിലയാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടുപാൽ 80% DRC 60% DRC പറഞ്ഞതും അത് വ്യാപാരികൾക്കാണ്. 80% DRC ഉള്ള 191 രൂപ അത് വ്യാപാരികൾക്കാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന വില ഒട്ടുപാലിൻ്റെ 157 രൂപ മുതൽ 173 രൂപ വരെ ആ നിരക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വില പറയുമ്പോൾ ഏതാണ് കൺഫ്യൂഷനായി കാണും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് കർണാടകത്തിലെ വില നോക്കാം. RSS-3ക്ക് 1 കിലോയ്ക്ക് 276 രൂപ 50 പൈസ, RSS-4ന് 276 രൂപ, RSS-5ന് 271 രൂപ, ലോട്ടിന് 255 രൂപ, ഒട്ടുപാൽ 172 രൂപ വരെയും. അപ്പോൾ പലർക്കും ഒരു സംശയം കാണും, ആദ്യമായിട്ട് കാണുന്നവർക്കും എന്താണ് ഈ RSS എന്ന് പറയുന്നത്. RSS എന്ന് പറയുന്നത് റിബഡ് സ്മോക്ക്ഡ് ഷീറ്റ്. ISSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ്. ISNRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ. DRCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്നാണ്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും, കൊക്കോ 290 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ, കൊപ്ര എടുത്തപടി 166 രൂപ, അടയ്ക്ക പുതിയ തുരുവിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരുവിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയതും 5300 രൂപ, ജാതിക്ക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 350 രൂപ,
ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 2100 രൂപ മുതൽ 2200 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 930 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 570 രൂപ മുതൽ 620 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്കി എക്സ്പെല്ലർ 37 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 688 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 678 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 708 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 46 രൂപ, പച്ച 44 രൂപ, പഴം 53 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 39,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,700 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 5,500 രൂപ, ഏലം ഉണക്ക കിലോ 3000 രൂപ മുതൽ 4000 രൂപ വരെ, നെല്ലി കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4,800 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 300 രൂപ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 800 രൂപ മുതൽ 850 രൂപ വരെയും, ജാതി തൊണ്ടൻ 250 രൂപ മുതൽ 300 രൂപ വരെയും, ജാതിപ്പരിപ്പ് 600 രൂപ മുതൽ 650 രൂപ വരെയും, കച്ചോലം 550 രൂപ, ജാതിപത്രി 1500 രൂപ മുതൽ 2000 രൂപ വരെയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2000 രൂപ മുതൽ 2800 രൂപ വരെയും, തേങ്ങ 54 രൂപ മുതൽ 56 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തട മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.